ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൻ്റെ എവരിഡേ ഈസി മേക്കപ്പ് ലുക്കാണ്. ഭയങ്കര മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ബേസിക് ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. അത് ഞാൻ എപ്പോഴും കാണിക്കുന്നത് പോലെ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ആണ്. എൻ്റെ ഒരു ഓയിലി ടൈപ്പ് സ്കിൻ ആയതുകൊണ്ട് ഞാൻ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കത് അപ്ലൈ ചെയ്യാം. ഈ മുടി ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, അതിനൊന്ന് സൈഡാക്കാം നമുക്ക്. ഇതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. ആക്ച്വലി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അബ്സോർബ് ആവാനുള്ളൊരു ടൈം വിടാം. ഇതിന് സത്യം പറഞ്ഞ മേക്കപ്പ് ലുക്ക് എന്ന് പറയുമോന്ന് തന്നെ എനിക്കിപ്പോൾ ഒരു ഡൗട്ട്. കാരണം ഇതിൽ ഞാൻ പറയട്ടെ, ഇത് എവറിഡേ മേക്കപ്പ് ലുക്കാണ്. അപ്പം ഞാനിതിൽ ഫൗണ്ടേഷൻ ഒന്നും ഉപയോഗിക്കില്ല. ഞാൻ അല്ലെങ്കിലും ഫൗണ്ടേഷൻ അങ്ങനെ ഉപയോഗിക്കുന്ന ആളല്ല, BB ക്രീമാണ്. എന്തെങ്കിലും ഷൂട്ട് ഉണ്ടെങ്കിൽ തന്നെ ഉപയോഗിക്കുക. സോ ഇന്നത്തെ ഇതിലപ്പോൾ ആരും ഫൗണ്ടേഷനും BB ക്രീമും പ്രതീക്ഷിക്കരുത്. നമ്മൾ ജസ്റ്റ് പുറത്ത് പോവുക, ചിലപ്പോൾ നമ്മൾ ഷോർട്സ് ഒക്കെ ഇടും, അതൊക്കെ എടുക്കുമായിരിക്കും. അതല്ലാതെ ഉള്ള ഫോട്ടോഷൂട്ട് ടൈപ്പ് ഓഫ് ഐറ്റംസിനാണ് ഞാൻ അധികവും ഫൗണ്ടേഷൻ, BB ക്രീം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഞാനിപ്പോൾ കറന്റ് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത് ഡെർമാക്കോന്റെ 1% ഹൈലറോണിക് സൺസ്ക്രീൻ അക്വാ ജെൽ. എൻ്റെ ഓയിലി സ്കിൻ ആണ്, അപ്പോൾ ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാം. എനിക്ക് ഇത്, അതായത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് പേരുടെ അടുത്ത് ചോദിച്ചു. അതിൽ നമ്മുടെ റഷ് വ്ളോഗ്സില്ലേ, അതിൽ ആ ചേച്ചിയാണ് എനിക്ക് ഇത് സജസ്റ്റ് ചെയ്തത്. അപ്പം ഞാൻ മേടിച്ച് ഒന്ന് യൂസ് ചെയ്ത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് നല്ലോണം വർക്കായിട്ടോ. നിങ്ങളുടെയും ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഇപ്പോഴും ലിപ് ബാം അപ്ലൈ ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്നത് ഡീകൺസ്ട്രക്റ്റിന്റെ ബ്രൈറ്റനിങ് ലിപ് ബാം ആണ്. ഇത് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് പ്രോപ്പർ ഒരു റിവ്യൂ പറയാൻ അത്രയും ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല. 1 വീക്കായി ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലെനിക്ക് ഭയങ്കര ഒരു ചേഞ്ച് എന്ന് പറയാനൊന്നും ഇല്ല, കുഴപ്പമില്ല. ഹൈഡ്രേറ്റിംഗ് ആണ്, പക്ഷെ ഇതിൽ ബ്രൈറ്റനിങ് ലിപ് ബാം എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്കൊരു 1 മന്തെങ്കിലും യൂസ് ചെയ്യാണ്ട് ഇതിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പോൺസിന്റെ തന്നെ നാച്ചുറൽ ഗ്ലോ ഫേസ് പൗഡർ ആണ്. ഇതെന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവരും ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് ഒരുവിധപ്പെട്ട പോൺസിന്റെ പ്രൊഡക്ട്സ് ഒക്കെ സ്കിന്നിന് ഒരു പ്രശ്നവും ഇല്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യാം. ഞാൻ ഇതിങ്ങനെ ആട്ടോ യൂസ് ചെയ്യും, ഇങ്ങനെ. അപ്പൊ അതാ ഇതിലേക്ക് ഫോക്കസ് ചെയ്യാം. ഇതിലേക്ക് ഇങ്ങനെ പ്രൊഡക്റ്റ് വരും. മാൾസിന്റെ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ 4 ബ്രഷ് വരുന്ന ടൈപ്പ് ഇല്ല, ആ ബ്രഷ്. എനിക്ക് ഓൾറെഡി പൊടി അലർജിയാണ്, അഡ്ജസ്റ്റ് ചെയ്യും. കണ്ണിൻ്റെ അവിടെ കുറച്ചുകൂടി ഇടാം, എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ അതുകൂടെ അങ്ങോട്ട് പോയിക്കോട്ടെ. ഓക്കെ, അടുത്ത സ്റ്റെപ്പാണ് ഐഷാഡോ. ഞാനത് വിരൽ വെച്ച് ഉപയോഗിക്കുക. അതാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളും പെട്ടെന്ന് തീരും. ഞാനതാ ഈ ഒരു ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. ഷെയ്ഡിന്റെ പേര് കൊക്കോ. ഉള്ളത് ഫുള്ള് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അതിന് ശേഷം എപ്പോഴില്ല, ചില സമയത്ത് മാത്രം ഒരു ഈ ഷെയ്ഡിന്റെ പേര് കാണാനില്ല, ഈ ഷെയ്ഡ് എടുത്തിട്ട് നിങ്ങളുടെ ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് എടുത്തിട്ട് മുകളിൽ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യും. ചെറുതായിട്ടൊരു ഗ്ലിറ്ററി എഫക്റ്റ് വരും. എപ്പോഴും ചെയ്യില്ല, വല്ലപ്പോഴും മാത്രം. ഓക്കെ, ദെൻ അടുത്തത് ഒരു ഷിമറി ഷെയ്ഡ് തന്നെ, ഏതെങ്കിലും ഒരു ഷിമർ, ഇന്ന ഷെയ്ഡൊന്നുമില്ല, കുറച്ചെടുത്തിട്ട് ഞാൻ ഈ കണ്ണിന്റെ ഇന്നർ കോർണറിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യും. ഏതെടുത്തപ്പോ കിട്ടാൻ തോന്നും.
അപ്പൊ നമ്മുടെ കണ്ണുകൾ എങ്ങനെ ഇരിക്കും? കണ്ണ് അത്ര വിടർന്നിരിക്കാത്ത, അതായത് പനിയൊക്കെ ഉള്ള അങ്ങനത്തെ സാഹചര്യമാണെങ്കിൽ ഞാൻ ഇതേ ഐഷാഡോ കുറച്ചെടുത്തിട്ട് കണ്ണിന്റെ അടിയിൽ എന്നിങ്ങനെ അപ്ലൈ ചെയ്യും. ഉള്ളിലല്ല, കണ്ണിന്റെ താഴെ. ഉള്ളിൽ അല്ല. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ഐലൈനർ എഴുതുകയാണ് ചെയ്യാറ്. എൻ്റെ കയ്യിൽ 2 ടൈപ്പ് ഉണ്ടായിരുന്നു. ഇത് തീർന്നു, പക്ഷെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതായിരുന്നു, നല്ല ബ്ലാക്ക് കളർ. ഇതിനാണ് നല്ലൊരു ഇതുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് തീർന്നുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നു. ഡെയിലി ഉപയോഗിച്ച് തീർത്തേ പറ്റുള്ളൂ. യെസ്, കാശ് കൊടുത്ത് മേടിച്ചു പോയില്ലേ. അപ്പൊ നമുക്ക് ഇത് എഴുതാം. എനിക്ക് ശരിക്കും ക്യാമറ നോക്കി എഴുതാനായിട്ട് പറ്റില്ല. എന്നാൽ ഞാൻ ട്രൈ ചെയ്യാം. പറ്റില്ലെങ്കിൽ ഞാൻ മിററിൽ പോയി നോക്കി എഴുതും. ഓക്കെ, പറ്റണില്ല. മിററിൽ നോക്കി എഴുതിയിട്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ണ് എഴുതിയിട്ട് വന്നു. അടുത്തതായിട്ട് നമുക്ക് മസ്കാര ഇടാം. ഞാൻ അതിന് മാർസിന്റെ ഡബിൾ ട്രബിൾ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇത് കുറച്ച് പേര് ക്ലംസി ആണെന്ന് പറഞ്ഞിട്ട് ഒരു റിവ്യൂ കണ്ടിട്ട് ഞാൻ മേടിക്കാണ്ട് ഇങ്ങനെ ക്ലംസി കുളമാവോ പിന്നെ മേടിക്കണോ അങ്ങനെ വെച്ച് മാറ്റി വെച്ചിരുന്നതാണ്. പിന്നെ ഞാൻ രണ്ടും ധൈര്യം സംഭരിച്ച് ഞാൻ ഇത് മേടിച്ചു. അതെന്തായാലും നന്നായി എന്ന് എനിക്ക് തോന്നി. കാരണം ഇത് ക്ലംസി ആവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റിൽ നമ്മള് ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ക്ലംസി ആവും. പക്ഷെ അപ്പൊ നമ്മൾ ഈ 2 ക്വാണ്ടിറ്റി യൂസ് ചെയ്യാതെ ഈ ഫസ്റ്റത്തെ മാത്രം യൂസ് ചെയ്യുന്ന ക്ലംസിനെസ് ഉണ്ടാവില്ല. ഇത് രണ്ടും കൂടെ യൂസ് ചെയ്യുമ്പോഴാണ് ക്ലംസി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്ത് കുറച്ച് പ്രൊഡക്റ്റ് കുറയുമ്പോൾ നമുക്ക് രണ്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഓക്കെ ആവും, പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. യൂസ് ചെയ്ത പ്രൊഡക്റ്റ് കുറച്ച് കുറഞ്ഞു. അപ്പൊ നമുക്ക് ഇത് രണ്ട് യൂസ് ചെയ്താൽ നമുക്ക് ഒരു ഫേക്ക് ലാഷസ് വെച്ചിട്ടുള്ളത് പോലത്തെ ഒരു വിടർന്ന ഐലാഷ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ഒരു കണ്ണിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. ഇത് ലെങ്തനിങ്ങും ഈ സെക്കൻഡ് വാണ്ട് വരുന്നത് വോളിയവും ആണ്. അപ്പൊ ലെങ്തനിങ് ആദ്യം ചെയ്യാം. ഓക്കെ, ഇനി എനിക്ക് റെഡി ആയിട്ട് ഫീൽ ചെയ്യണില്ല. മിററിൽ പോയി ഒന്നുകൂടെ നോക്കേണ്ടി വരും. ബട്ട് നമുക്ക് ഈ വോളിയം കൂടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നോക്കാം. ഡിഫറൻസ് അറിയുന്നുണ്ടോ ഇതിനകത്ത്? ഇതാണ് ഡിഫറൻസ്. ഒക്കെ ഞാൻ ഇപ്പോഴത്തെ കണ്ണിലൂടെ അപ്ലൈ ചെയ്തിട്ട് വരാം. യെസ്, അങ്ങനെ നമ്മൾ മസ്കാര ഇട്ടു. മസ്കാര ഇട്ട് കഴിയുമ്പോൾ തന്നെ കണ്ണിങ്ങനെ കുറച്ചും കൂടെ എനിക്കിഷ്ടം മസ്കാര ഇടാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോ അതിന്റെ പേരൊക്കെ മാഞ്ഞു പോയല്ലോ. ലാക്മിയുടെ ന്യൂഡ് മിത്ത് എന്ന് പറഞ്ഞ ഒരു ലിപ്സ്റ്റിക് ആണ് ഇത്. ഞാനിത് ഭയങ്കര എക്സ്പെക്ടേഷനോട് കൂടിയൊക്കെ മേടിച്ചതാണ്. പക്ഷെ എനിക്കിത് വാഷ് ഔട്ടായി പോവുകയാണ്. സോ ഞാനിത് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. നല്ല ചുമന്നിരിക്കട്ടെ. ചുമന്നിരിക്കുന്നത് പിങ്ക് കളറിലെ. ഓക്കെ, ഇതാണ് എൻ്റെ ബ്ലഷ് അപ്ലൈ. ഇതിനകത്ത് അത്രയും കാണുന്നില്ല, പക്ഷെ നേരിട്ട് കുറച്ചും കൂടെ കളർ ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ബ്ലഷ് ഇട്ട് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്മളൊരു പ്ലമ്മിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഷെയ്ഡ് കോക്ക മോക്കി. ഓക്കെ, ആൻഡ് ദിസ് ഈസ് മൈ ഫേവറേറ്റ് പാർട്ട്. പൊട്ട് വയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരെയുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഹെയർ ഒന്ന് അഴിച്ചിടാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. എൻ്റെ ഒരു ഡെയിലി മേക്കപ്പ് ലുക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും.
ഭയങ്കര സംഭവങ്ങളൊന്നുമില്ല. ബേസിക് സ്കിൻ കെയർ, അതിനുശേഷം നമ്മൾ മറ്റേ പോൺസിന്റെ ആ ഒരു ഇത് യൂസ് ചെയ്യും, കണ്ണെഴുതും, മസ്കാര ഇടും, ലിപ്സ്റ്റിക് ഇടും, ബ്ലഷ് ഇടും, അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഓക്കെ. അപ്പോൾ ഓഫീസിലേക്കും കോളേജിലേക്കും പോകണവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. കാരണം നമ്മൾ പെട്ടെന്ന് ചെയ്തു പോകുമ്പോൾ നമുക്ക് എല്ലാതൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇത് സിമ്പിളായിട്ട് പോകാം. അതല്ല നിങ്ങൾക്ക് ഇനി ഫൗണ്ടേഷൻ കിട്ടി പോകണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അങ്ങനെയാവാം. ഞാൻ പറയുന്നത് കേൾക്കണമെന്നില്ല, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ദിസ് ഇസ് മൈ എവറിഡേ മേക്കപ്പ് ലുക്ക്. ഓക്കെ, അപ്പോൾ hope you like this video. Do watch, like, share and subscribe, and thank you so much. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എന്തായാലും വേഗം വരാം. ബൈ.